ഇന്ത്യൻ സിനിമയിലെ എക്കാലത്തെയും വലിയ ഹിറ്റുകളിൽ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന എസ് രാജമൌലി ചിത്രം ബാഹുബലി 2വിനെ ആഗോള കളക്ഷനിൽ മറികടന്നിരിക്കുകയാണ് പുഷ്പ 2. 32 ദിവസം കൊണ്ട് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് 1831 കോടിയാണ് ചിത്രം നേടിയിരിക്കുന്നത്. നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സ് തന്നെയാണ് കളക്ഷൻ ഔദ്യോഗികമായി പുറത്തുവിട്ടത്. 1750 മുതൽ 1800 റേഞ്ചിലായിരുന്നു ബാഹുബലി 2വിന്റെ ലൈഫ് ടൈം ഗ്രോസ്. ഇതാണ് വെറും 32 ദിവസം കൊണ്ട് സുകുമാറിന്റെ അല്ലു അർജുൻ ചിത്രം മറികടന്നിരിക്കുന്നത്. ഇന്ത്യൻ സിനിമയിൽ അതിവേഗം 1000 കോടി കളക്ഷൻ നേടുന്ന ചിത്രമായി മാറിയിരുന്നു നേരത്തെ തന്നെ പുഷ്പ 2. ഇനി ഒരേയൊരു ചിത്രമാണ് കളക്ഷനിൽ പുഷ്പയ്ക്ക് മുന്നിലുള്ളത്. അമീർ ഖാൻ നായകനായ ദംഗലാണ് അത്. പുഷ്പ ആദ്യ ഭാഗം ആഗോളതലത്തിൽ 350 കോടിയോളം കളക്ഷനായിരുന്നു നേടിയിരുന്നത്. ഈ തുക 2 ദിവസം കൊണ്ട് പുഷ്പ 2 മറികടന്നിരുന്നു. ആദ്യ ദിനത്തിൽ മാത്രം സിനിമ ആഗോളതലത്തിൽ 294 കോടി രൂപയാണ് കളക്ഷൻ നേടിയത്. 6 ദിവസം കൊണ്ട് ചിത്രം 1000 കോടി കളക്ഷൻ സ്വന്തമാക്കി സ്വപ്ന നേട്ടം സ്വന്തമാക്കി. റിലീസായി 2 ദിവസം കൊണ്ട് 500 കോടി എന്ന ആഗോള ബോക്സ് ഓഫീസ് കളക്ഷനും ചിത്രം സ്വന്തമാക്കി. ലോകമെമ്പാടുമുള്ള 12,500-ലധികം സ്ക്രീനുകളിലാണ് പുഷ്പ 2 ഇറങ്ങിയത്. പ്രീസെയിലിൽ നിന്ന് മാത്രം ചിത്രം 100 കോടി നേട്ടം സ്വന്തമാക്കിയിരുന്നു. തെലുങ്ക്, തമിഴ്, മലയാളം, ഹിന്ദി, കന്നഡ, ബംഗാളി ഭാഷകളിലാണ് ചിത്രം പ്രദർശനത്തിന് എത്തിയത്. തിയേറ്ററുകൾ തോറും ഇതുവരെ കാണാത്ത വിധത്തിലുള്ള ഗംഭീരമായ റിലീസ് മാമാങ്കമാണ് നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സും സുകുമാർ റൈറ്റിംഗ്സും പദ്ധതിയിട്ടിരുന്നത്. അത് ഏറെ ഫലം കണ്ടുവെന്നാണ് കളക്ഷൻ റെക്കോർഡുകൾ സൂചിപ്പിക്കുന്നതും. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.